PSC ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. ബെവ്കോ LDC ടെക്നിക്കൽ അസിസ്റ്റന്റ് അടക്കമുള്ള ഒഴിവുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇന്ന് വൈകിട്ടോടുകൂടെ തന്നെ PSC വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്കറിയാം ഡിസംബറിൽ മുന്നേ തന്നെ കുറേയധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. കമ്പനി ബോർഡിലേക്കുള്ള LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ളത് ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്ത് 2026 മികച്ച ഒരു അവസരമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ജനറൽ യോഗ്യതകൾ വരുന്ന ഒഴിവുകളിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെയുള്ള ടെക്നിക്കലോ NCL ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം അടങ്ങുന്ന ഒരു PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, അതിൻ്റെ പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ 615/2025 കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള സ്റ്റോർമാൻ എന്ന തസ്തികയിലേക്കുള്ള ഒഴിവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം SSLC വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. എന്നാൽ ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിഷമിക്കേണ്ട, നമുക്ക് കൂടുതൽ ഒഴിവുകളുള്ള പോസ്റ്റ് അടുത്തതായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് കാറ്റഗറി നമ്പർ 629/2025 ആരോഗ്യ വകുപ്പിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ജില്ലാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലയിലേക്കുള്ള ഒഴിവുകളുണ്ടാവും. നേരിട്ടുള്ള നിയമന രീതി, പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. സയൻസ് വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പേ സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. 629/2025 എന്നതാണ് കാറ്റഗറി നമ്പർ, മറന്നുപോരുത്. സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. അടുത്തത് 630/2025 ആരോഗ്യ വകുപ്പിലെ മോട്ടോർ മെക്കാനിക്കാണ്. ടെക്നിക്കൽ ആയിട്ടുള്ള സംഗതിയാണ്, എന്നാൽ പോലും കുറേയധികം ആൾക്കാർ ഈ ഒരു യോഗ്യതയുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒഴിവുകൾ കുറവാണ്, എന്നാലും ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ 2, ബാക്കി എല്ലാ ജില്ലയിലും ഓരോന്ന് വീതവുമാണ് ഒഴിവ് എന്നുള്ളത്. ഇനി പ്രായപരിധി നേരത്തെ 18-39 ആണ്, നേരത്തെ 18-36 ആയിരുന്നു അല്ലേ. യോഗ്യത വരുന്നത് 18 മാസത്തെ ITI കോഴ്സിനും 6 മാസത്തെ നിർബന്ധിത ഇൻപ്ലാന്റ് ട്രെയിനിങ്ങിനും ശേഷം ലഭിച്ച ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് വരുന്നത് കാറ്റഗറി നമ്പർ 631/2025 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ് ആണ്. 26,500 മുതൽ 60,700 വരെയാണ് ശമ്പളം വരുന്നത്. ജില്ലാടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ. 14 ജില്ലയിലേക്കുള്ള ഒഴിവുകളുണ്ടാകും. അപ്പം ഓരോരുത്തരും അവരുടെ ജില്ല നോക്കി അല്ലെങ്കിൽ കൺവീനിയൻസ് നോക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ഇനി നേരിട്ടുള്ള നിയമനം, പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. യോഗ്യത SSLC വിജയം അല്ലെങ്കിൽ തത്തുല്യം, അതുപോലെ തന്നെ മലയാളം ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTE അല്ലെങ്കിൽ തത്തുല്യം നിർബന്ധമാണ്. പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റോ ഉള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റൊക്കെ നേടിയിട്ടുള്ള ആളുകൾ അത് കൃത്യമായിട്ട് പ്രൊഫൈലിൽ ആഡ് ചെയ്യും. അതിനനുസരിച്ചിട്ട് സമയപരിധിക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. കാറ്റഗറി നമ്പർ 613/2025 ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയാണ് വരുന്നത്. അടുത്തത് യോഗ്യത വരുന്നത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല നൽകിയതോ അംഗീകരിച്ചതോ ആയ ഫിസിക്സ് ഒരു വിഷയമായതുള്ള സയൻസ് ബിരുദം. അപ്പം സയൻസ് ബിരുദമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഫിസിക്സ് ഒരു ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതോ നൽകിയതോ ആയിട്ടുള്ള BTech ബിരുദം, BTech ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 3 വർഷത്തെ റെഗുലർ പഠനത്തിന് ശേഷം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കൂടാതെ അടിസ്ഥാന യോഗ്യതയായ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടിയ അല്ലെങ്കിൽ അതേ മേഖലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നോ നേടിയ 3 വർഷത്തെ തൊഴിൽ പരിചയം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ. അപ്പം അത്തരം ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ മലയാളം സംസാരിക്കുവാനും വായിക്കുവാനും എഴുതുവാനുള്ള കഴിവും കൂടെ ക്വാളിഫിക്കേഷനായിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ടെക്നിക്കലാണ്, പക്ഷേ ഈ ഫിസിക്സ് പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് 615/2025 കേരള ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിലേക്കുള്ള വകുപ്പിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. 35,500 തൊട്ട് 75,400 വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. പ്രായപരിധി 19 മുതൽ 36 വരെയാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന അല്ലേ. ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഏകദേശം എല്ലാ ഒഴിവുകളും വരുന്നത്. ഇനി യോഗ്യതകൾ, അംഗീകരിച്ച സർവകലാശാലയിൽ നിന്ന് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് 60% മാർക്കിൽ കുറയാതെ കെമിസ്ട്രി മുഖ്യ വിഷയമായുള്ള സയൻസ് ബിരുദമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഫിസിക്സ് ആണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ ഇപ്പം ഈ ഒരു ഒഴിവിലേക്ക് വരുന്നത് കെമിസ്ട്രി പഠിച്ച ആളുകൾക്ക് ആണ്. അതായത് കെമിസ്ട്രി ഒരു വിഷയമായിട്ട് പഠിച്ച ആളുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല 60% മാർക്ക് നിർബന്ധമാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. കാറ്റഗറി നമ്പർ 617/2025 ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലേക്കുള്ള സൂപ്പർവൈസർ അല്ലെങ്കിൽ കാഷ്യർ തസ്തികയിലേക്കാണ് വന്നിട്ടുള്ളത്. 18,290 മുതൽ 32,500 ഒഴിവ് ഒന്നേ ഉള്ളൂ. കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ
യോഗ്യത വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. അതുപോലെ തന്നെ സർക്കാർ, അർദ്ധ സർക്കാർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി അക്കൗണ്ട്സ് ഓർ ഫിനാൻസ് വിഭാഗത്തിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള, അക്കൗണ്ടിങ് പഠിച്ച് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ 3 വർഷത്തെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബിരുദവും നിർബന്ധമാണ്. ബിരുദവും അതിൻ്റെ കൂടെ 3 വർഷത്തെ അക്കൗണ്ടിങ്ങിലെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് കേരള സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ എല്ലാവരും കാത്തിരുന്ന ബെവ്കോ LD ക്ലർക്ക് കാറ്റഗറി നമ്പർ 619/2025 9,190 തൊട്ട് 15,780 വരെയാണ് ശമ്പളം സ്കെയിൽ വരുന്നത്. പ്രതീക്ഷിത ഒഴിവുകൾ സംസ്ഥാന ലെവലിലാണ്, അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക. പ്രായപരിധി വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി യോഗ്യത SSLC അഥവാ തത്തുല്യ യോഗ്യതയാണ്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഇവിടെ LD ക്ലർക്ക് ബെവ്കോയുടെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെയും മറ്റ് ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ NCLുമായിട്ടുള്ള ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.